Good morning students, welcome to your class. അപ്പം നമ്മൾ കഴിഞ്ഞ ഗൂഗിൾ മീറ്റ് സെഷനിൽ നമ്മൾ അക്കൗണ്ടിങ് എന്താണെന്നും അതിൻ്റെ ഒരു ബേസിസ് അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ കഴിഞ്ഞ ഗൂഗിൾ മീറ്റ് സെഷനിൽ നമ്മൾ പറയണ്ടായി. അതിൽ തന്നെ നമ്മൾ എന്താണ് അക്കൗണ്ടിങ് എന്നും അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനിഷൻ, പിന്നെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, ബ്രാഞ്ചസ് ഓഫ് അക്കൗണ്ടിങ്, അതായത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് സ്പെഷ്യലി, ദെൻ അക്കൗണ്ടിങ്ങിൻ്റെ ഫീച്ചേഴ്സ്, കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ഒരു ഗൂഗിൾ മീറ്റ് സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അക്കൗണ്ടിങ് പ്രിൻസിപ്പിളിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. ഓക്കെ, സോ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്, പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ്സ് എ റൂൾ ഓഫ് ആക്ഷൻ ഓർ ഗൈഡ് ടു ആക്ഷനാണ്. അപ്പോൾ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ it can be defined as those rules and procedures which are adopted by the accountants universally in recording the accounting transactions. These principles are usually called as ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. അപ്പം നമുക്കറിയാം പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താണ്, ഒരു റൂൾ ഓഫ് ആക്ഷൻ അല്ലെങ്കിൽ ഒരു കാര്യം അല്ലെങ്കിൽ ഒരു ഗൈഡ് ടു ആക്ഷനാണ്. അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ യൂണിവേഴ്സലി ഉള്ള അക്കൗണ്ടൻസ് അഡോപ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അവർ അക്കൗണ്ടിങ് പ്രൊസീജിയേഴ്സ് എങ്ങനെയാണോ അക്കൗണ്ടിങ് പ്രൊസീജിയേഴ്സ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള സർട്ടൻ റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സാണ് എന്തെന്ന് പറയുന്നത് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. സോ നമ്മുടെ അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അഡോപ്റ്റ് ചെയ്യേണ്ട റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സിനെയാണ് സിംപ്ലി എന്തെന്ന് പറയുന്നത് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. അതിന് എന്തുകൊണ്ടാണ് ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ എന്ന് പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞതാണെങ്കിൽ അവിടെ എന്താണ് നമ്മൾ പറഞ്ഞു, എന്താണ് അക്കൗണ്ടിങ്ങിൻ്റെ യൂസസ് പറഞ്ഞ സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ് അക്കൗണ്ടിങ്ങിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിൻ്റെ റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് എന്തായിട്ടുണ്ടാവും ഈഗർലി വെയിറ്റിംഗ് ആയിരിക്കും. ഒരുപാട് ഇൻട്രസ്റ്റഡ് പാർട്ടീസ് ഉണ്ട്. സോ ഈ ഇൻട്രസ്റ്റഡ് പാർട്ടീസിന് നമ്മുടെ ബിസിനസ്സിൻ്റെ റിസൾട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓരോ ബിസിനസ്സുകാരും ഓരോ രീതിയിലാണ് ഇവരറിയുന്നത് എങ്ങനെയാണ്, നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ ഇൻട്രസ്റ്റഡ് പാർട്ടീസ് നമ്മുടെ ബിസിനസ്സിൻ്റെ പൊസിഷൻ എങ്ങനെയാണ് അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിൻ്റെ റിസൾട്ട് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ അറിയുന്നത്. അപ്പോൾ ഈ ഓരോ ബിസിനസ്സും ഓരോ രീതിയിലാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ അവിടെ എന്തുണ്ടാവും, ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലേ, ഒരു യൂണിഫോമിറ്റി ഇല്ലാതെയാവും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു അനാലിസിസ് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, നടത്താൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയൊരു ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞിട്ട് സർട്ടൻ പ്രിൻസിപ്പിൾസ് എന്ത് ചെയ്തിട്ടുള്ളത് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഇൻ്റർനാഷണലി അല്ലെങ്കിൽ നമ്മുടെ വേൾഡ് വൈഡ് എല്ലാ അക്കൗണ്ടൻസും എന്താ ചെയ്യുന്നത്, സെയിം അല്ലെങ്കിൽ ഒരു യൂണിഫോമിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവരുടെ അക്കൗണ്ടിങ് പ്രൊസീജിയറിൽ ഒരു യൂണിഫോമിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഈ ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ത് ചെയ്തിട്ടുള്ളത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഈ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സർട്ടൻ റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ആണ് എങ്ങനെയാണ് അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാവരും അതായത് വേൾഡ് വൈഡ് ആയിട്ടുള്ള എല്ലാ അക്കൗണ്ടൻസും ഈ ഒരു റൂളാണ് അല്ലെങ്കിൽ ഈ ഒരു പ്രൊസീജിയേഴ്സാണ് അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് അവരെന്ത് ചെയ്യേണ്ടത് ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ളത്. സോ അങ്ങനെ വരുന്ന സമയത്ത് ഒരു യൂണിഫോമിറ്റി വരും. സോ അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അനലൈസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ടുള്ളൊരു അനാലിസിസിന് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, സ്കോപ്പ് ഉണ്ട്. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഒക്കെ എന്ത് ചെയ്തിട്ടുള്ളത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഇൻ ദി വേർഡ്സ് ഓഫ് A.W. Johnson, accounting principles are the assumptions and rules of accounting and the application of these rules, methods and procedures to the actual practice of accounting. അപ്പം A.W. Johnson അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ ദി ആർ ദി അസംഷൻസ് ആൻഡ് റൂൾസ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിൻ്റെ റൂൾസ് ആൻഡ് അസംഷൻസ് ആണ് എന്തെന്ന് പറയുന്നത് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആണ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു റൂൾസിൻ്റെ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഈ റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് എന്ത് ചെയ്യേണ്ടത് അപ്ലൈ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ആക്ച്വൽ പ്രാക്ടീസിലേക്ക് വരുമ്പോൾ ശരിക്കും നമ്മൾ അക്കൗണ്ടിങ് അല്ലെങ്കിൽ നമ്മൾ ട്രാൻസാക്ഷൻസ് ഒക്കെ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ആക്ച്വലി എങ്ങനെയാണ് അതിൻ്റെ മെത്തേഡ് അല്ലെങ്കിൽ അതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ സിംപ്ലി അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആർ ദി those rules and procedures which are adopted by the accountants universally in recording the accounting transaction എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ നമ്മുടെ അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാനുള്ള റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സിനെയാണ് എന്തെന്ന് പറയുന്നത് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. സോ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിനെ 3 ടൈപ്സ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അക്കൗണ്ടിങ് കൺസെപ്റ്റ്സ് ഓർ ബേസിക് അസംഷൻസ് ആണ്.
രണ്ടാമത്തത് ബേസിക് പ്രിൻസിപ്പിൾസ് ഓർ അക്കൗണ്ടിങ് കൺവെൻഷൻസ് ആണ്. മൂന്നാമത്തത് മോഡിഫൈയിങ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആണ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് വൺ ആയിട്ടുള്ള അക്കൗണ്ടിങ് കൺസെപ്റ്റ്സ് ഓർ ബേസിക് അസംഷൻസിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ് ഓർ ബേസിക് അസംഷൻസ്. ഓക്കെ, അപ്പോൾ അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ് അല്ലെങ്കിൽ ബേസിക് അസംഷൻസ് തന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബേസിക് അസംഷൻസ് ആണ് എന്തെന്ന് പറയുന്നത്, അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ് എന്ന് പറയുന്നത്. സോ ദീസ് ആർ ദി ബേസിക് അസംഷൻസ് ദാറ്റ് ഫോം ദി ബേസിസ് ഫോർ റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ് ആൻഡ് പ്രിപ്പയറിംഗ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ നമ്മൾ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നതിനുള്ള ബേസിക് അസംഷൻസ്, ഏതൊക്കെ അസംഷൻസിൻ്റെ ബേസിലാണ് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത്, ഏതൊക്കെ അസംഷൻസിൻ്റെ ബേസിലാണ് നമ്മൾ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെയാണ് എന്തിൽ വരുന്നത്, ഈ അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സിൽ വരുന്നത്. The purpose of accounting concept is to make accounting uniform, objective, consistent and അണ്ടർസ്റ്റാൻഡബിൾ. അപ്പോൾ അക്കൗണ്ടിങ് കോൺസെപ്റ്റിൻ്റെ മെയിനായിട്ടുള്ള പർപ്പസ് എന്താണെന്ന് വെച്ചാൽ ഒരു യൂണിഫോമിറ്റി കൊണ്ടുവരിക, അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റീവ് ആവുക, അല്ലെങ്കിൽ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള അക്കൗണ്ടിങ് പ്രാക്ടീസസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക, അണ്ടർസ്റ്റാൻഡബിൾ ഫോമാറ്റിലേക്ക് അക്കൗണ്ടിങ് പ്രൊസീജിയേഴ്സ് ആക്കാം എന്നുള്ളതൊക്കെയാണ് എന്തെന്ന് പറയുന്നത് ഈ അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സിൻ്റെ മെയിനായിട്ടുള്ള പർപ്പസസ് എന്ന് പറയുന്നത്. Okay, so let's see what are the different accounting concepts. അപ്പോൾ മെയിനായിട്ട് നിങ്ങൾക്ക് 10 അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ് ആണ് ഈ ഒരു അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ് എന്ന് പറയുന്ന ഹെഡിങ്ങിൽ വരുന്നത്. അപ്പോൾ അത് ഏതൊക്കെയാണ്, ഓരോന്നും എന്തൊക്കെയാണ് അല്ലെങ്കിൽ എന്താണ് സംഭവം എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റാണ്. ഇത് നിങ്ങൾ ഓൾറെഡി കൊമേഴ്സ് പഠിച്ചവരാണെങ്കിൽ നിങ്ങൾ ഓൾറെഡി +1 നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്ന കാര്യങ്ങളാണ് ഡിഫറെൻറ്റ് അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ് ഒക്കെ. അപ്പോൾ അതൊന്നും കൂടെ നിങ്ങൾക്ക് റിഫ്രഷ് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ആണിത്. അപ്പോൾ അത് നന്നായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് ആണ്. അക്കോർഡിംഗ് ടു ദിസ് കോൺസെപ്റ്റ് ദ ബിസിനസ് ആൻഡ് ഇറ്റ്സ് ഓണേഴ്സ് ആർ ടു സെപ്പറേറ്റ് ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് എൻറ്റിറ്റി. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് പ്രകാരം, ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് പ്രകാരം ബിസിനസ് എന്ന് പറയുന്നതും ബിസിനസ്സിൻ്റെ ഓണേഴ്സ് എന്ന് പറയുന്നതും രണ്ടാണ്. ബിസിനസ് ഹാസ് എ സെപ്പറേറ്റ് എൻറ്റിറ്റി അപ്പാർട്ട് ഫ്രം ഇറ്റ്സ് ഓണേഴ്സ്. അപ്പോൾ ബിസിനസ് എന്ന് പറയുന്നതും ബിസിനസ്സിൻ്റെ ഓണർ എന്ന് പറയുന്നതും ടു ഡിഫറെൻറ്റ് അല്ലെങ്കിൽ ടു ഡിസ്റ്റിങ്ക്റ്റ് എൻറ്റിറ്റീസ് ആണ്. Therefore the business transactions must be kept completely separate from the private affairs of the proprietor. അപ്പം അവിടെ ബിസിനസ് വേറെയാണ്, ബിസിനസ് മാൻ വേറെയാണ്. അയാൾ എന്ത് ചെയ്യുകയാണ്, അയാൾ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, ബിസിനസ്സിലേക്ക് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ബിസിനസ് വേറെയാണ്, ബിസിനസ് മാൻ വേറെയാണ്. അപ്പോൾ ഈ ഒരു ബേസിസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രൊപ്രൈറ്ററിനെ നമ്മൾ ഒരു ലെൻഡറായിട്ടും അയാൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ക്യാപിറ്റലിനെ നമ്മളൊരു ലയബിലിറ്റി ആയിട്ട് കണക്കാക്കുന്നതും ഈ ഒരു കോൺസെപ്റ്റ് പ്രകാരമാണ്. അപ്പോൾ ബിസിനസ് മാൻ അയാൾ എന്ത് ചെയ്യുന്നുണ്ട്, ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സോ അയാൾ തരുന്ന ക്യാപിറ്റൽ നമ്മളൊരു ലയബിലിറ്റി ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, കണക്കാക്കുന്നത്. കാരണം എന്താണ്, അയാൾക്ക് ആ ഒരു എമൗണ്ട് എന്ത് ചെയ്യണതായിട്ടുണ്ട്, ആഫ്റ്റർ കുറച്ച് കാലം കഴിയുമ്പോൾ ആ ഒരു ബിസിനസ് അവസാനിക്കുന്ന സമയത്ത് ആ ഒരു ബിസിനസ് മാനിന് എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, അയാൾ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ക്യാപിറ്റൽ തിരിച്ച് കിട്ടേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ തിരിച്ച് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അയാൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ക്യാപിറ്റലിനെ നമ്മൾ ലയബിലിറ്റീസ് ആയിട്ട് കാണിക്കുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്. അപ്പോൾ ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റിൽ പറയുന്നത് എന്താണ്, അവിടെ ബിസിനസ് വേറെയാണ്, ബിസിനസ് മാൻ വേറെയാണ്. ബിസിനസ് ഹാസ് എ സെപ്പറേറ്റ് എൻറ്റിറ്റി അപ്പാർട്ട് ഫ്രം ഇറ്റ്സ് ഓണേഴ്സ്. ബിസിനസ് എന്ന് പറയുന്നതും ബിസിനസ് മാൻ അല്ലെങ്കിൽ ഓണർ എന്ന് പറയുന്നതും ടു ഡിസ്റ്റിങ്ക്റ്റ് എൻറ്റിറ്റീസ് ആണ്. ഇതാണ് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റിൽ പറയുന്നത്. സെക്കൻഡ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റാണ്. ഓക്കെ, മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റിൽ അക്കോർഡിംഗ് ടു ദിസ് കോൺസെപ്റ്റ് only those transactions which can be measured in terms of money are to be recorded. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് പ്രകാരം നമുക്ക് മോണിറ്ററി ആയിട്ട് അല്ലെങ്കിൽ മണിയിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ട്രാൻസാക്ഷൻസ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പാടുള്ളൂ, അക്കൗണ്ടിങ്ങിൽ നമ്മൾ റെക്കോർഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അതാണ് മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ്. നമുക്ക് മോണിറ്ററി ഇൻ ടേംസ് ഓഫ് മണി നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ട്രാൻസാക്ഷൻസ് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, റെക്കോർഡ് ചെയ്യുന്നുള്ളൂ. നോൺ മോണിറ്ററി ടേംസിലുള്ള ട്രാൻസാക്ഷൻസ് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യുന്നില്ല. നോൺ മോണിറ്ററി ട്രാൻസാക്ഷൻസ് സച്ചസ് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി, വർക്കിംഗ് കണ്ടീഷൻസ്, മാർക്കറ്റിലെ കോമ്പറ്റീഷൻ, അതേപോലെ എബിലിറ്റി ഓഫ് ദി മാനേജർ, ഇതൊന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യുന്നില്ല. അപ്പോൾ മോണിറ്ററി അല്ലെങ്കിൽ മണിയിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ട്രാൻസാക്ഷൻസ് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യുന്നുള്ളൂ. അതാണ് മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ്. തേർഡ് കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഗോയിങ് കൺസേൺ കോൺസെപ്റ്റാണ്.
This concept assumes that every business will continue for an indefinite period of time. ഒരു ഇൻഡെഫിനിറ്റ് പീരീഡ് ഓഫ് ടൈം, നമ്മൾ ഒരിക്കലും ബിസിനസ് അല്ലെങ്കിൽ നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു വർഷത്തേക്ക് അല്ലെങ്കിൽ 2 വർഷത്തേക്ക് എന്ന് പറഞ്ഞിട്ടായിരിക്കില്ല. നമ്മൾ ബിസിനസ് തുടങ്ങുന്നത് ഒരു ഫ്യൂച്ചർ ഒരു ഇൻഡെഫിനിറ്റ് പീരീഡ് ഓഫ് ടൈമിലേക്കാണ്. എപ്പോഴാണ് നമ്മൾ നിർത്തേണ്ടത് എന്ന് ആലോചിച്ചിട്ടല്ല നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരിക്കലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഇൻഡെഫിനിറ്റ് പീരീഡ് ഓഫ് ടൈമിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സോ ബിസിനസ് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ്സ് എ ഗോയിങ് കൺസേൺ, നോട്ട് എ ഗോൺ കൺസേൺ. ബിസിനസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഗോയിങ് കൺസേൺ, നോട്ട് എ ഗോൺ കൺസേൺ. ഈ ഒരു അസംഷൻ്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫിക്സഡ് അസറ്റ്സ് ഒക്കെ അതിൻ്റെ ഒറിജിനൽ കോസ്റ്റ് ലെസ് ഡിപ്രീസിയേഷൻ എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്, റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്. നെക്സ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അക്കൗണ്ടിങ് പീരിയഡ് കോൺസെപ്റ്റാണ്. For the smooth running of business, നമ്മുടെ regular and periodic evaluation has to be made. For the smooth running of business, regular and periodic evaluation has to be made. Therefore, the infinite life of business is broken down in short periods, normally of 12 months. Say 1st April 2020 to 31st March 2021. This time interval is known as accounting period. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ബിസിനസ്സിൻ്റെ സ്മൂത്ത് റണ്ണിങ്ങിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിൻ്റെ ഇവാലുവേഷന് വേണ്ടിയിട്ട് നമ്മുടെ ബിസിനസ്സിന് എന്താണ്, നമുക്ക് നമ്മുടെ ഫിനാൻഷ്യൽ പൊസിഷൻ എങ്ങനെയാണ് അല്ലെങ്കിൽ നമ്മുടെ റിസൾട്ട്സ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ആ ഒരു ഇൻഡെഫിനിറ്റ് പീരീഡ് ഓഫ് ടൈമിലേക്കുള്ള ബിസിനസ്സിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ചെറിയ ഷോർട്ട് പീരീഡ്സിലായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ബ്രോക്ക് ചെയ്യാണ് അല്ലെങ്കിൽ ചെറിയ ഷോർട്ട് പീരീഡ്സ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഡിവൈഡ് ചെയ്യാണ്. ജനറലി 12 മന്ത്സിലേക്കാണ് നമ്മുടെ ആ ഒരു പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പീരീഡിനെയാണ് അല്ലെങ്കിൽ ഈ ഒരു ടൈം ഇൻ്റർവെല്ലിനെയാണ് എന്തെന്ന് പറയുന്നത്, അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നോർമലി ഫിനാൻഷ്യൽ ഇയർ ആണ് ഫോളോ ചെയ്യുന്നത്. 1st April ടു നെക്സ്റ്റ് ഇയർ 31st March വരെയാണ് എന്തെന്ന് പറയുന്നത്, അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത്. അതാണ് അക്കൗണ്ടിങ് പീരീഡ് കോൺസെപ്റ്റ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അറ്റ് ദി എൻഡ് ഓഫ് ദി അക്കൗണ്ടിങ് പീരീഡ് അല്ലെങ്കിൽ അറ്റ് ദി എൻഡ് ഓഫ് ദി ഫിനാൻഷ്യൽ ഇയർ അവരെന്ത് ചെയ്യുന്നു, ബിസിനസ് അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നു. ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ബേസിൽ അവരുടെ റിസൾട്ട്സ് എന്താണ്, ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണ് എന്നുള്ളതൊക്കെ എന്ത് ചെയ്യുന്നു, ഐഡൻറ്റിഫൈ ചെയ്യുന്നു. സോ ദാറ്റ് ഈസ് അക്കൗണ്ടിങ് പീരിയഡ് കോൺസെപ്റ്റ്. നെക്സ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് കോസ്റ്റ് കോൺസെപ്റ്റാണ്. അക്കോർഡിംഗ് ടു ദിസ് കോൺസെപ്റ്റ്, all transactions are recorded in the books of account at actual price involved. This price is called cost. അതായത് ഈ ഒരു കോസ്റ്റ് കൺസെപ്റ്റ് പ്രകാരം നമ്മൾ എല്ലാ ട്രാൻസാക്ഷൻസും നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുക. അതിൽ നമുക്ക് ഇൻവോൾവ് ആയിട്ടുള്ള ആക്ച്വൽ കോസ്റ്റ് എത്രയാണോ അല്ലെങ്കിൽ ആക്ച്വൽ പ്രൈസ് എത്രയാണോ അതിൻ്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു അസറ്റ് പർച്ചേസ് ചെയ്തു, 10,000 റുപ്പീസിനാണ് നമ്മൾ ആ ഒരു അസറ്റ് പർച്ചേസ് ചെയ്തതെങ്കിൽ നമ്മൾ നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ നമ്മൾ ജേർണൽ എൻട്രി എഴുതുന്ന സമയത്ത് നമ്മൾ എഴുതുക ആ ഒരു അസറ്റ് പർച്ചേസ് ചെയ്തത് 10,000 റുപ്പീസിനാണെന്ന് പറഞ്ഞിട്ടാണ്. ഈവൻ ദോ ഇപ്പോൾ അതിൻ്റെ മാർക്കറ്റ് പ്രൈസ് ഇപ്പോൾ ഒരു 15,000 ആയിരുന്നെങ്കിൽ പോലും നമ്മളത് എത്ര രൂപയ്ക്കാണോ നമ്മളത് മേടിച്ചിട്ടുള്ളത് ആ എമൗണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യാം. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, കോസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആക്ച്വൽ കോസ്റ്റ് ഇൻകേർഡ് എത്രയാണോ ആ ഒരു എമൗണ്ടിലായിരിക്കണം നമ്മൾ ട്രാൻസാക്ഷൻസ് എന്ത് ചെയ്യേണ്ടത്, റെക്കോർഡ് ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് കോൺസെപ്റ്റ് ആണ് ഡ്യുവൽ ആസ്പെക്റ്റ് കോൺസെപ്റ്റ്. അക്കോർഡിംഗ് ടു ദിസ് കോൺസെപ്റ്റ്, എവറി ട്രാൻസാക്ഷൻ ഹാസ് 2 ആസ്പെക്ട്സ്. ഈ ഒരു കോൺസെപ്റ്റ് പ്രകാരം എല്ലാ ട്രാൻസാക്ഷൻസിനും എത്ര ആസ്പെക്ട്സ് ഉണ്ട്, 2 ആസ്പെക്ട്സ് ഉണ്ട്. ദീസ് 2 ആസ്പെക്ട്സ് ആർ, ഫസ്റ്റ് വൺ റിസീവിങ് ഓഫ് ബെനിഫിറ്റ് ആൻഡ് സെക്കൻഡ് വൺ ഗിവിങ് ഓഫ് ദാറ്റ് ബെനിഫിറ്റ്. അങ്ങനെ 2 ആസ്പെക്ട്സ് ആണ് എല്ലാ ട്രാൻസാക്ഷൻസിനും ഉള്ളത്. ഈ ഒരു 2 ട്രാൻസാക്ഷൻസും ദാറ്റ് ഷുഡ് ബി റെക്കോർഡഡ് properly. So at a given point of time, total benefits received should be equal to the total benefits given. അപ്പോൾ നമുക്ക് അവിടെ റിസീവ് ചെയ്തിട്ടുള്ള ടോട്ടൽ ബെനിഫിറ്റ്സ് നമ്മൾ കൊടുത്തതുമായിട്ട് എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരാൾ ഇപ്പം എക്സ് എന്ന് പറയുന്ന ഒരു പേഴ്സൺ, എക്സ് സ്റ്റാർട്ട്സ് ഹിസ് ബിസിനസ് വിത്ത് റുപ്പീസ് 2 lakh റുപ്പീസ് വെച്ചിട്ട് അയാൾ എന്ത് ചെയ്യുന്നു, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു. അതാണ് നമ്മുടെ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. സ്റ്റാർട്ടഡ് ബിസിനസ്, എക്സ് സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് റുപ്പീസ് 2 lakh എന്നുള്ളതാണ് നമ്മുടെ ട്രാൻസാക്ഷൻ. ഈ ട്രാൻസാക്ഷനിൽ 2 ആസ്പെക്ട്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ എന്താണ്, അവിടെ ബിസിനസ്സിലേക്ക് എന്ത് കിട്ടുന്നു, 2 lakhs വെച്ചിട്ട് ഒരാൾ എന്ത് ചെയ്യുന്നു, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അവിടെ 2 ആസ്പെക്ട്സ് ഉണ്ട്. ഒന്ന് എന്താണ്, ബിസിനസ്സിലേക്ക് എത്ര 2 lakh റുപ്പീസ് ക്യാഷ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, 2 lakh റുപ്പീസ് ക്യാഷ് ആയിട്ട് ബിസിനസ്സിലേക്ക് എന്ത് കിട്ടുന്നുണ്ട്, എമൗണ്ട് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഓൺ ദി സെയിം ടൈം ബിസിനസ്സിന് എന്ത് വരികയാണ്,
ബിസിനസ് ഈസ് ലയബിൾ ടു പേ ₹2 lakh ടു ദി ഓണർ. ആ ഒരു ബെനിഫിറ്റ് ഗിവൺ, അയാൾ തന്നിട്ടുള്ള ആ 2 lakh നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു മാൻ അല്ലെങ്കിൽ ആ ഒരു ബിസിനസ് മാനിന് അല്ലെങ്കിൽ ആ ഓണറിന് നമ്മൾ എന്ത് ചെയ്യാനായിട്ടുണ്ട്, നമ്മൾ തിരിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. സോ അവിടെ എന്തും വരുന്നുണ്ട്, ഒരു ലയബിലിറ്റിയും അവിടെ വരുന്നുണ്ട്, അല്ലെങ്കിൽ അവൾ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ക്യാപിറ്റൽ നമുക്ക് അങ്ങോട്ട് കൊടുക്കാനുള്ളതാണ്. സോ ഇങ്ങനെ 2 ആസ്പെക്ട്സ് ആണ് എല്ലാ ട്രാൻസാക്ഷൻസിലും എന്ത് ചെയ്യുന്നത്, വരുന്നത്. വേറൊരു എക്സാമ്പിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മളൊരു മെഷീനറി പർച്ചേസ് ചെയ്തു, ഒരു 50,000 രൂപയ്ക്ക് നമ്മളൊരു മെഷീനറി പർച്ചേസ് ചെയ്ത് കഴിഞ്ഞതാണെങ്കിൽ നമുക്ക് അവിടെ എന്ത് കിട്ടുന്നുണ്ട്, മെഷീനറി നമ്മുടെ ബിസിനസ്സിലേക്ക് കിട്ടുന്നുണ്ട്. മെഷീനറി നമ്മുടെ ബിസിനസ്സിലേക്ക് കിട്ടുന്ന പറയുന്ന ഒരു ബെനിഫിറ്റ് അല്ലെങ്കിൽ ഒരു അസറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ അതേ സമയം തന്നെ നമ്മൾ എന്താണ്, ക്യാഷ് കൊടുത്തിട്ടാണ് ഈ ഒരു മെഷീനറി എന്ത് ചെയ്തിട്ടുള്ളത്, പർച്ചേസ് ചെയ്തിട്ടുള്ളത്. സോ നമ്മുടെ കയ്യിൽ നിന്നും ക്യാഷ് എന്ത് ചെയ്യുന്നുണ്ട്, പോകുന്നുമുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെ അതാണ് പറയുന്നത്. ഏതൊരു ട്രാൻസാക്ഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാണെങ്കിലും അവിടെ എന്തുണ്ടാകുന്നുണ്ട്, 2 ആസ്പെക്ട്സ് ഉണ്ടാവുന്നുണ്ട്. ഒന്ന് ബെനിഫിറ്റ്സ് റിസീവ്ഡും, രണ്ടാമത്തത് ഗിവിങ് ഓഫ് ദാറ്റ് ബെനിഫിറ്റും. ഓക്കെ, അല്ലെങ്കിൽ ഒരു ഡെബിറ്റ് ആസ്പെക്റ്റും ഉണ്ട്, അല്ലെങ്കിൽ ഒരു ക്രെഡിറ്റ് ആസ്പെക്റ്റും ഉണ്ട്. അതാണ് ഡ്യുവൽ ആസ്പെക്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. സോ ബിക്കോസ് ഓഫ് ദിസ് കോൺസെപ്റ്റ് ദി ടോട്ടൽ ഇക്വിറ്റി ഈസ് ഓൾവേസ് ഈക്വൽ ടു ദി ടോട്ടൽ അസറ്റ്സ് ഓഫ് ദി ബിസിനസ്. ഈ ഒരു കോൺസെപ്റ്റ് പ്രകാരം നമ്മുടെ ബിസിനസ്സിൻ്റെ ടോട്ടൽ ഇക്വിറ്റി എപ്പോഴും അതിൻ്റെ ടോട്ടൽ അസറ്റുമായിട്ട് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു ഇക്വേഷനായിട്ട് കാണിക്കാം. അതിനെയാണ് നമ്മൾ അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ആ ഇക്വേഷനാണിത്. ക്യാപിറ്റൽ ഇസ് ഈക്വൽ ടു ടോട്ടൽ അസറ്റ്സ് മൈനസ് ലയബിലിറ്റീസ്, അല്ലെങ്കിൽ ടോട്ടൽ അസറ്റ്സ് ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റി. ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റീനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇക്വിറ്റി സൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ അസറ്റ്സ് ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റീസ് ആൻഡ് ടോട്ടൽ അസറ്റ്സ് ഇസ് ഈക്വൽ ടു ടോട്ടൽ ലയബിലിറ്റീസ്. അതായത് ഫ്രം ദി പോയിന്റ് ഓഫ് വ്യൂ ഓഫ് ബിസിനസ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ്സ് ഓൾസോ എ ലയബിലിറ്റി. അപ്പോൾ നമ്മൾ ടോട്ടൽ അസറ്റ്സ് ഇസ് ഈക്വൽ ടു ടോട്ടൽ ലയബിലിറ്റി, അല്ലെങ്കിൽ ടോട്ടൽ അസറ്റ്സ് ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റി. നമ്മുടെ അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന് പറയുന്നത് അസറ്റ്സ് ഇസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ, അല്ലെങ്കിൽ ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റീസ് ആണ് നമ്മുടെ അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ ഇക്വിറ്റി ഈസ് ഓൾവേസ് ഈക്വൽ ടു ദി ടോട്ടൽ അസറ്റ്സ് ഓഫ് ദി ബിസിനസ്. ഓക്കെ, സോ ഈ ഒരു ഡ്യുവൽ ആസ്പെക്ട് കോൺസെപ്റ്റിൽ പറയുന്നത് എന്താണ്, ഏതൊരു ട്രാൻസാക്ഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാണെങ്കിലും ദർ ആർ 2 ആസ്പെക്ട്സ്, 1 ഡെബിറ്റ് ആസ്പെക്ട് ആൻഡ് 1 ക്രെഡിറ്റ് ആസ്പെക്ട്. അപ്പോൾ ഈ ഡെബിറ്റും ക്രെഡിറ്റിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് ഇനി നെക്സ്റ്റ് വീഡിയോസിൽ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് ഏതൊരു ട്രാൻസാക്ഷൻ എടുത്ത് നോക്കുകയാണെങ്കിലും അതിന് 2 ആസ്പെക്ട്സ് ഉണ്ട്. ഒരു റിസീവിങ് ഓഫ് ബെനിഫിറ്റും ഉണ്ട്, അതേപോലെ ഗിവിങ് ഓഫ് ദാറ്റ് ബെനിഫിറ്റും ഉണ്ട്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഡ്യുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് റിയലൈസേഷൻ കോൺസെപ്റ്റ് ആണ്. അക്കോർഡിംഗ് ടു ദിസ് കോൺസെപ്റ്റ്, റവന്യൂ ഈസ് റെക്കഗ്നൈസ്ഡ് വെൻ എ സെയിൽ ഈസ് മെയ്ഡ് or a service is rendered to customers, whether it is cash sale, a credit sale or an installment sale. This means that revenue realization does not necessarily means that revenue must be realized in cash. ഓക്കെ, അതായത് റിയലൈസേഷൻ കൺസെപ്റ്റ് പ്രകാരം അവിടെ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ബിസിനസ്സിൽ ഒരു റവന്യൂ റെക്കഗ്നൈസ് ചെയ്തതായിട്ട് അല്ലെങ്കിൽ റവന്യൂ കിട്ടിയതായിട്ട് നമ്മൾ കാണിക്കുക എപ്പോഴാണെന്ന് വെച്ചാൽ, ആ ഒരു സെയിൽസ് നടത്തി ആ ഒരു ഗുഡ് അല്ലെങ്കിൽ ആ ഒരു സാധനം നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞതാണെങ്കിൽ നമ്മൾ എന്തായിട്ട് കാണിക്കും, അവിടെ നമുക്ക് റവന്യൂ റെക്കഗ്നൈസ് ചെയ്തതായിട്ട് കാണിക്കും. പക്ഷെ അവിടെ ക്യാഷ് കിട്ടിയോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നില്ല, കൺസിഡർ ചെയ്യുന്നില്ല. ആ സെയിൽ അവിടെ നടത്തി കഴിഞ്ഞതാണെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു സർവീസ് നമ്മൾ കസ്റ്റമറിന് റെൻഡർ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അത് നമ്മൾ നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യും, ഇത്ര രൂപയുടെ സെയിൽസ് നടന്നിട്ടുണ്ട്. പക്ഷേ ക്യാഷ് കിട്ടിയോ ഇല്ലയോ എന്നുള്ളത് അവിടെ എന്തല്ല, വിഷയമല്ല. ഓക്കെ, ഇതാണ് റിയലൈസേഷൻ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. സോ റിയലൈസേഷൻ കോൺസെപ്റ്റിനെ ഇസ് ഓൾസോ നോൺ ആസ് റവന്യൂ റെക്കഗ്നിഷൻ കോൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ അതാണ് റിയലൈസേഷൻ കോൺസെപ്റ്റ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഒരു 2 ലക്ഷം രൂപയുടെ സെയിൽസ് നടത്തിയിട്ടുണ്ട്. അതിപ്പോൾ നടത്തിയിട്ടുള്ളത് എപ്പോഴാണ്, ജൂണിലാണെന്ന് വിചാരിക്കുക. പക്ഷേ ക്യാഷ് കിട്ടുന്നത് ജൂലൈയിലാണ്. അതിൻ്റെ ക്യാഷ്, ആ ഒരു സെയിൽസിന് ക്യാഷ് കിട്ടുന്നത് ജൂലൈയിലാണെങ്കിലും നമ്മൾ ആ ഒരു സെയിൽ നടന്നിട്ടുള്ളത് എപ്പോഴായിരുന്നു, ജൂണിലാണ്. അപ്പോൾ ജൂണിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇത്ര രൂപയുടെ സെയിൽസ് നടന്നതായിട്ട് അവിടെ നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ കാണിക്കേണ്ടതായിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ റിയലൈസേഷൻ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് കോൺസെപ്റ്റാണ് മാച്ചിങ് കോൺസെപ്റ്റ്. സോ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ അക്കൗണ്ടിങ് പീരിയഡ് കോൺസെപ്റ്റ്. അക്കൗണ്ടിങ് പീരിയഡ് കോൺസെപ്റ്റിൻ്റെ ബേസിലാണ് മാച്ചിങ് കോൺസെപ്റ്റ് ഉള്ളത്. അക്കോർഡിംഗ് ടു ദിസ് കോൺസെപ്റ്റ്, cost or expenses of a business of a particular period
are matched or compared with the revenue of that period in order to ascertain the net profit or net loss. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? മാച്ചിങ് കോൺസെപ്റ്റ് പ്രകാരം നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ അക്കൗണ്ടിങ് പീരിയഡിൽ ഉണ്ടായിട്ടുള്ള കോസ്റ്റിനെ അല്ലെങ്കിൽ എക്സ്പെൻസസിനെ ആ ഒരു പെർട്ടിക്കുലർ പീരിയഡിൽ നമുക്ക് ഉണ്ടായിട്ടുള്ള റവന്യൂസുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? കമ്പയർ ചെയ്യുന്നു അല്ലെങ്കിൽ മാച്ച് ചെയ്ത് നോക്കും. എന്നിട്ട് നമുക്ക് അവിടെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ ഉണ്ടായിട്ടുള്ളത് നമ്മൾ നോക്കും. എന്നിട്ട് അവിടെ ഉണ്ടായിട്ടുള്ള റവന്യൂ കോസ്റ്റിനേക്കാളും കൂടുതലാണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള റിസൾട്ട് എന്ന് പറയുന്നത് എന്താണ്? നെറ്റ് പ്രോഫിറ്റ് ആണ്. അപ്പോൾ വെൻ ദി റവന്യൂ ഏൺഡ് ഇസ് മോർ ദാൻ ദി കോസ്റ്റ്, ദ റിസൾട്ട് ഈസ് നെറ്റ് പ്രോഫിറ്റ്. ഇനി അതേസമയം കോസ്റ്റ് ആണ് കൂടുതൽ, റവന്യൂവിനേക്കാളും കൂടുതൽ കോസ്റ്റ് ആണ് ഉണ്ടായിട്ടുള്ളത് അല്ലെങ്കിൽ എക്സ്പെൻസ് ആണ് അവിടെ ഉണ്ടായിട്ടുള്ളതെങ്കിൽ ദെൻ ദി ഡിഫറൻസ് ഈസ് നെറ്റ് ലോസ്. അപ്പോൾ നമ്മുടെ ഫിനാൻഷ്യൽ റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കോൺസെപ്റ്റാണ് എന്തെന്ന് പറയുന്നത്? മാച്ചിങ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മാച്ചിങ് കോൺസെപ്റ്റിൽ ആ ഒരു അക്കൗണ്ടിങ് പീരിയഡിൽ ഉണ്ടായിട്ടുള്ള കോസ്റ്റ് അല്ലെങ്കിൽ എക്സ്പെൻസസിനെ ആ ഒരു അക്കൗണ്ടിങ് പീരിയഡിൽ ഉണ്ടായിട്ടുള്ള റവന്യൂസുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? മാച്ച് ചെയ്ത് നോക്കുന്നു അല്ലെങ്കിൽ കമ്പയർ ചെയ്ത് നോക്കുന്നു. അങ്ങനെ കമ്പയർ ചെയ്തിട്ട് അവിടെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ ഉണ്ടായിട്ടുള്ളത് നോക്കും. കോസ്റ്റ് കുറവും റവന്യൂ കൂടുതലാണെന്നുണ്ടെങ്കിൽ അവിടെ പ്രോഫിറ്റ് ആണ്. കോസ്റ്റ് ആണ് കൂടുതലെങ്കിൽ, റവന്യൂവിനേക്കാളും കോസ്റ്റ് ആണ് കൂടുതലെങ്കിൽ അവിടെ എന്തുമാണ്? ലോസുമാണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് മാച്ചിങ് കോൺസെപ്റ്റ്. നെക്സ്റ്റ് കോൺസെപ്റ്റ് ആണ് അക്രൂവൽ കോൺസെപ്റ്റ്. ദ വേർഡ് അക്രൂ മീൻസ് ടു ഫോൾ ഡ്യൂ. അപ്പം അക്രൂ എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഫോൾ ഡ്യൂ, ടു ഫോൾ ഡ്യൂ ആണ്. According to this concept, the total income earned and the total expense incurred during the current period are taken into account irrespective of whether incomes are received or expenses are paid. അതായത് നമ്മുടെ ആ ഒരു പെർട്ടിക്കുലർ അക്കൗണ്ടിങ് പീരിയഡിൽ നമുക്ക് ഉണ്ടായിട്ടുള്ള എല്ലാ ഇൻകംസും എല്ലാ എക്സ്പെൻസസും നമ്മൾ എന്ത് ചെയ്യുന്നു? റെക്കോർഡ് ചെയ്യുന്നു. പക്ഷേ ആ ഒരു ഇൻകം നമുക്ക് ആക്ച്വലി കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യില്ല, നോക്കില്ല. അപ്പോൾ ഇൻകം നമുക്ക് അവിടെ ജനറേറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ കാണിക്കുന്നുണ്ട്. പക്ഷേ ആക്ച്വലി അത് ഈ വർഷം കിട്ടേണ്ട ഇൻകം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? അവിടെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ വർഷം പേ ചെയ്യേണ്ടുള്ള എക്സ്പെൻസ് ആണ്, നമുക്ക് ഈ വർഷം ഉണ്ടാവേണ്ട എക്സ്പെൻസ് ആണ്, ഈ വർഷം നമ്മൾ പേ ചെയ്യേണ്ട എക്സ്പെൻസ് ആണ്, പക്ഷേ ഇതുവരെ കൊടുത്തിട്ടില്ലെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യണം? അതവിടെ കാണിക്കണം. ഈ വർഷത്തെ എക്സ്പെൻസും ഈ വർഷത്തെ ഇൻകവും ആണെങ്കിൽ നമ്മളവിടെ അക്രൂവൽ കോൺസെപ്റ്റ് പ്രകാരം നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ബേസിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ സാലറി ഒരു ആ വർഷത്തെ സാലറി അല്ലെങ്കിൽ ഇപ്പോൾ 2-3 മാസത്തെ സാലറി നമ്മൾ കൊടുത്തിട്ടില്ല എന്നില്ലെങ്കിൽ പോലും, ഔട്ട്സ്റ്റാൻഡിങ് സാലറി ഉണ്ടെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സാലറി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ ഇൻക്ലൂഡിങ് ആ കൊടുക്കാത്ത 3 month സാലറി വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ അത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ അത് കൊടുത്തിട്ടില്ല എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ റെക്കോർഡ് ചെയ്യണം. പക്ഷേ ടോട്ടൽ സാലറി ആയിട്ട് നമ്മൾ ആ ഒരു കൊടുക്കാത്ത സാലറിയും കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മുടെ ടോട്ടൽ എക്സ്പെൻസ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ കാണിക്കേണ്ടത്. അതൊക്കെ നമുക്ക് പിന്നെ പറയുന്നുണ്ട് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്തൊക്കെ ഞാൻ പറയാം. പക്ഷേ അതിൻ്റെ ബേസിസ് എന്ന് പറയുന്നത് ഈ ഒരു അക്രൂവൽ കോൺസെപ്റ്റാണ്. പ്രീപെയ്ഡ് ഇൻഷുറൻസ്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ഒക്കെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഈ ഒരു അക്രൂവൽ കോൺസെപ്റ്റിൻ്റെ ബേസിലാണ്. അപ്പോൾ ഈ വർഷം ഉണ്ടായിട്ടുള്ള ഇൻകമാണോ അല്ലെങ്കിൽ ഈ വർഷം ഉണ്ടായിട്ടുള്ള ഇൻകർ ചെയ്യേണ്ട എക്സ്പെൻസ് ആണോ എന്നുള്ള കാര്യമാണ് നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നത്? കൺസിഡർ ചെയ്യുന്നത്. അത് കൊടുത്തെങ്കിലും ഇല്ലെങ്കിൽ പോലും ഈ വർഷം ഇൻകർ ചെയ്യുന്ന എക്സ്പെൻസ് ആണെന്നുണ്ടെങ്കിൽ, കറണ്ട് പീരിയഡിൽ ഇൻകർ ചെയ്യുന്ന എക്സ്പെൻസ് ആണ് അല്ലെങ്കിൽ കറണ്ട് പീരിയഡിൽ ഏൺ ചെയ്യുന്ന ഇൻകം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതാണ് അക്രൂവൽ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ദ ലാസ്റ്റ് വൺ ഈസ് ഒബ്ജക്റ്റിവിറ്റി കോൺസെപ്റ്റ്. So objectivity means material thing that can be seen or touched. So there must be some evidence or proof regarding of financial transactions. അപ്പോൾ ഈ ഒരു പ്രിൻസിപ്പിൾ പ്രകാരം അല്ലെങ്കിൽ ഈ ഒരു കോൺസെപ്റ്റ് പ്രകാരം ഈച്ച് റെക്കോർഡഡ് ട്രാൻസാക്ഷൻ ഇൻ ദി ബുക്സ് ഓഫ് അക്കൗണ്ട് ഷുഡ് ഹാവ് എൻ ആഡിക്വേറ്റ് എവിഡൻസ് ടു സപ്പോർട്ട് ഇറ്റ്. അപ്പോൾ നമ്മൾ ഏതൊരു കാര്യം നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ പോലും അതിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു എവിഡൻസ് ഉണ്ടാവണം. ആ ഒരു ട്രാൻസാക്ഷനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു എവിഡൻസ് ഉണ്ടായിരിക്കണം. ദിസ് മീൻസ് ദാറ്റ് ട്രാൻസാക്ഷൻ ഷുഡ് ബി റെക്കോർഡഡ് ഓൺ ദി ബേസിസ് ഓഫ് ഡോക്യുമെൻറ്റ്സ് സച്ച് ആസ് വൗച്ചേഴ്സ്, റെസീപ്റ്റ്സ്, ഇൻവോയ്സ് എക്സെട്ര. അപ്പോൾ നമ്മൾ ഓരോ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന സമയത്തും അതിൻ്റെ റെസീപ്റ്റ്സ് അല്ലെങ്കിൽ അതിൻ്റെ ഇൻവോയ്സ് അല്ലെങ്കിൽ ആ ഒരു വൗച്ചറൊക്കെ നോക്കിയിട്ട് വേണം അതും കൂടെ വെച്ച് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്? ആ ഒരു വൗച്ചേഴ്സൊക്കെ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഏതൊരു ട്രാൻസാക്ഷൻ നമ്മൾ റെക്കോർഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു എവിഡൻസ് എന്തുണ്ടായിരിക്കണം? അവിടെ ഉണ്ടായിരിക്കണം. പിന്നെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് അതിന് നമുക്ക് എന്ത് ചെയ്യണം? കുറച്ചുകൂടി വെരിഫിക്കേഷൻ പോസിബിൾ ആവാൻ വേണ്ടിയിട്ട് അത് എന്ത് ചെയ്യുന്നുണ്ട്? സഹായിക്കുന്നുണ്ട്. സോ അതാണ് ഒബ്ജക്റ്റിവിറ്റി കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒബ്ജക്റ്റിവിറ്റി കോൺസെപ്റ്റ് പ്രകാരം നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്തിട്ടുള്ള ഏതൊരു ട്രാൻസാക്ഷനെയും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആഡിക്വേറ്റ് ആയിട്ടുള്ള എവിഡൻസ് ലൈക്ക്
വൗച്ചേഴ്സ് ആയിട്ടോ അല്ലെങ്കിൽ റെസീപ്റ്റ്സ് ആയിട്ടോ ഇൻവോയ്സ് ആയിട്ടോ എന്തെങ്കിലും തരത്തിലുള്ള അഡിക്വേറ്റ് ആയിട്ടുള്ള എവിഡൻസ് അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാവണം. അതാണ് ഒബ്ജക്റ്റിവിറ്റി കോൺസെപ്റ്റ്. സോ ദീസ് ആർ ദി അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ് അല്ലെങ്കിൽ ബേസിക് അസംഷൻസ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. അപ്പോൾ നമ്മൾ അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ് ആണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ. നമ്മൾ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആണ് പറയുന്നത്. സോ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ഫസ്റ്റ് വൺ ആയിട്ടുള്ള അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ് ഓഫ് ബേസിക് അസംഷൻസ് ആണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുള്ളത്. അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സിൽ ഫസ്റ്റ് വൺ ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് ആണ്. സെക്കൻഡ് വൺ മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ്. തേർഡ് വൺ ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്, അക്കൗണ്ടിങ് പീരിയഡ് കോൺസെപ്റ്റ്, കോസ്റ്റ് കോൺസെപ്റ്റ്, ഡ്യുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ്, റിയലൈസേഷൻ കോൺസെപ്റ്റ്, മാച്ചിങ് കോൺസെപ്റ്റ്, അക്രൂവൽ കോൺസെപ്റ്റ്, ഒബ്ജക്റ്റിവിറ്റി കോൺസെപ്റ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു, മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. സോ താങ്ക് യു.